എടുക്കേട്ടത്തി വല്ലപ്പോഴും എനിക്കും കൂടി ഇടാലോ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആതിരയ്ക്ക് അതൊക്കെ കണ്ട് ദേഷ്യം എരിച്ചു കയറി. ദേവയെ കൊല്ലാനുള്ള ദേഷ്യം അവൾക്ക് തോന്നി. അഗ്നി അവരെയും കൊണ്ട് ആ ഡ്രസ്സിന്റെ സെക്ഷനിലേക്ക് നടന്നു. ദേട്ടാ, ഈ ഡ്രസ്സാണ്. അവൾ ഒരു പിങ്ക് വർക്കൊക്കെ ചെയ്ത ടോപ്പ് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. നല്ല ഭംഗിയുള്ളൊരു ടോപ്പായിരുന്നു. താൻ ഇത്രയും നേരം ഇവിടെ കറങ്ങി നടന്നിട്ടും ഈ ടോപ്പ് കണ്ടില്ലല്ലോ എന്ന് ആതിര ഓർത്തു. അതിനോടൊപ്പം അവൾ നിരഞ്ജന അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായും തുടങ്ങി. അവൾ അഗ്നിയോട് മിണ്ടാൻ വന്ന പ്രശ്നമാകുമെന്ന് അവൾക്ക് അറിയായിരുന്നു. അഗ്നി ആ ടോപ്പ് എടുത്തിട്ട് ബില്ലടിക്കാൻ കൊടുത്തു. അതും കൂടി കണ്ടതും അച്ചു ദേവയെ നോക്കി ഇളിച്ചു കാണിച്ചു. ദേവ അവളെ കപട ദേഷ്യത്തോടെ നോക്കി. അവർ ഡ്രസ്സൊക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു. അഗ്നി കുഞ്ഞിനെ ദേവയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പൈസ കൊടുക്കാൻ പോയി. ദേവ കുഞ്ഞിനെയും കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്നതും ആതിര അവളുടെ കാലിലായി ഒരു തട്ട് കൊടുത്തു. ദേവ കുഞ്ഞിനെയും കൊണ്ട് സ്റ്റെപ്പിൽ നിന്ന് വീഴാൻ തുടങ്ങിയതും രഞ്ജു അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഷേ, കുഞ്ഞിനെ കൊണ്ട് അവള് വീണ അഗ്നിയേട്ടനെ കൊണ്ട് അവളെ വഴക്ക് പറയിപ്പിക്കാന്ന് കരുതിയതാ. ആതിര മനസ്സിൽ പറഞ്ഞു. ഏട്ടത്തി, എന്തേലും പറ്റിയോ? കാല് കാല് മടങ്ങിയേട്ടാ. എനിക്ക് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് രഞ്ജുവിനോട് പറഞ്ഞു. രഞ്ജു അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ എടുത്തു. മേ. അവളുടെ കണ്ണുകൾ നിറഞ്ഞതും രുദ്രയും കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളെ വിളിച്ചു. ഒന്നുമില്ലടാ, കരയണ്ട. ദേവ ആ വേദനയ്ക്കിടയിലും രുദ്രയോട് പറഞ്ഞു. അച്ചു അവളെ സ്റ്റെപ്പിലേക്ക് തന്നെ ഇരുത്തിക്കൊണ്ട് കാലൊഴിഞ്ഞു കൊടുത്തു. ബില്ലൊക്കെ പേ ചെയ്തിട്ട് അവരെ കാണാഞ്ഞിട്ട് അഗ്നി അവരെ തിരക്കി വന്നപ്പോഴാണ് അവർ സ്റ്റെപ്പിൻ്റെ ഒരു സൈഡിൽ ഇരിക്കുന്നതായി കണ്ടത്. അവൻ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് എത്തി കാര്യം ചോദിച്ചതും രഞ്ജു എല്ലാം അവനോട് പറഞ്ഞു. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ദേവ? അവൻ ആവലാതിയോടുകൂടി ചോദിച്ചതും അവൾ ഉണ്ടെന്ന് തലയാട്ടി. ആതിര, പുറകിൽ നിന്നും ആരോ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. നിരഞ്ജന, അവൾ മനസ്സിൽ പറഞ്ഞു. ഞങ്ങൾ പോവാട്ടോ, ഞാൻ ഫോൺ ചെയ്യാം, മാരേജിന് വരണേ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പേടിച്ച് തലയാട്ടി. അവൾ അഗ്നിയോട് എന്തേലും ചോദിക്കുവോ എന്നവൾ പേടിച്ചു. ഇതല്ലേ നിന്റെ അഗ്നിയേട്ടൻ? അവൾ അഗ്നിയെ ചൂണ്ടി കാണിച്ചു. ആതിര യാന്ത്രികമായി തലയാട്ടി. ചേട്ടാ, എൻ്റെ മാരേജ് ആണ് കേട്ടോ, ഞാൻ വിളിക്കുന്നുണ്ട് അവളെ. കുഞ്ഞിനെയും കൊണ്ട് വരണേ ഭാര്യയും ഭർത്താവ്. അവൾ പറഞ്ഞതും അഗ്നി സംശയത്തോടെ നോക്കി. വാട്ട്? അവൻ ചോദിച്ചു. ആതിരയുടെ ഹസ്ബൻഡ് അല്ലേ? ആതിര പറഞ്ഞായിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആതിര എൻ്റെ അമ്മായിയുടെ മോളാണ്. ഞാൻ വിവാഹം ചെയ്തത് അവളെയല്ല. ഇതാ എൻ്റെ ഭാര്യ ദേവ. അവൻ ദേവയെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. പക്ഷെ ആതിര ചേട്ടൻ്റെയും കുഞ്ഞിനെ ഫോട്ടോ കാണിച്ചു എന്നിട്ട് പറഞ്ഞത് ഭർത്താവും കുഞ്ഞും ആണെന്നാണല്ലോ. അവൾ പറഞ്ഞതും അഗ്നി ആതിരയെ ദേഷ്യത്തോടെ നോക്കി. ആതിര കള്ളം പറഞ്ഞതാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾക്ക് ആതിരയോട് ദേഷ്യം തോന്നി. നിന്റെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റം ഇല്ലല്ലേ? ആ കള്ളത്തരവും പൊങ്ങലും ഒക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? ഞാൻ കരുതി വളർന്നപ്പോൾ അതൊക്കെ മാറിയെന്ന്. എങ്കിലും ഞാൻ ഇത്രയും കരുതിയില്ല. മറ്റൊരാളുടെ ഭർത്താവും കുഞ്ഞും തൻ്റേതാണെന്ന് പറയുന്നതിന് കുറച്ച് കൊഴുപ്പ് വേണ്ടേ? അവൾ ആതിരയുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ചേച്ചിക്ക് എന്തു പറ്റി? നിരഞ്ജന ദേവ സ്റ്റെപ്പിൽ ഇരിക്കുന്നത് കണ്ട് ചോദിച്ചു. അറിയില്ല, പെട്ടെന്ന് എന്തോ തട്ടി വീഴാൻ പോയി. അത് കേട്ടതും നിരഞ്ജന ആതിരയെ ഒന്ന് നോക്കി. പണ്ടേ ഇവൾക്ക് അവളുടെ കാര്യം നേടാൻ മറ്റുള്ളവരെ ചതിയിൽ വീഴ്ത്തുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ട് ചേച്ചി ഒന്നും കൂടി ആലോചിച്ച് നോക്ക്, എന്താ തട്ടിയതെന്ന്. നിരഞ്ജന ആതിരയെ ഒന്ന് നോക്കിക്കൊണ്ട് ദേവയോട് പറഞ്ഞു. ആതിരയാണെങ്കിൽ ആകെ ചൂളി ഒരു പരുവായിരുന്നു. എല്ലാം കൂടി അവൾക്ക് ദേഷ്യം വന്നു. അഗ്നിയോടൊപ്പം പോകാൻ തള്ളിവിട്ട അവളുടെ അമ്മയോട് അവൾക്ക് ദേഷ്യം തോന്നി. അഗ്നിയും അച്ചുവും രഞ്ജുവും എല്ലാം അവളെ പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും നോക്കി. അഗ്നി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ദേവയുടെ നേരെ തിരിഞ്ഞു. അവൻ ദേവയെ കൈകളിൽ പൊക്കിയെടുത്തു. അവൾ അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഞെട്ടി അവനെ നോക്കി. ഞാൻ ഞാൻ നടന്നോളാം, എന്നെ താഴെ ഇറക്ക്, അവൾ ദയനീയമായി പറഞ്ഞു. നിനക്ക് നടക്കാൻ പറ്റില്ല ദേവ, കാല് മടങ്ങും. സാരമില്ല, എന്നെ താഴെ ഇറക്ക്, അവൾ വീണ്ടും പറഞ്ഞു. ദേവ വാശി പിടിക്കണ്ട, ഞാൻ ഇറക്കില്ല, അടങ്ങിയിരിക്കെ, ഹോസ്പിറ്റലിൽ കാണിക്കാം. അവനും കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും പിന്നെ അവളൊന്നും മിണ്ടിയില്ല. അവനവളെ കാറിൽ കൊണ്ടിരുത്തി. പോകുന്ന വഴിക്ക് അവരൊരു ഹോസ്പിറ്റലിൽ കയറി കാണിച്ചിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്. അയ്യോ, മോൾക്ക് എന്തു പറ്റി അഗ്നി? അവളെ കൈകളിൽ എടുത്തുകൊണ്ടുവരുന്ന അഗ്നിയെ കണ്ടതും ചെറിയ മാവലാതിയോട് വന്ന് ചോദിച്ചു. അപ്പോഴേക്കും സരോജിനിയും ഇറങ്ങി വന്നിരുന്നു. അവരത് കണ്ട് ചിരിച്ചുവെങ്കിലും അഗ്നി അവളെ എടുത്തിരിക്കുന്നത് കണ്ട് അവർക്ക് ദേഷ്യം വന്നു. കാലും അടിക്കുന്ന വീണതാ ചെറിയമ്മേ, അഗ്നി അവരെ നോക്കി പറഞ്ഞു. ഉമ്മ വീണു ചമ്മേ, രുദ്രയും പറഞ്ഞു. എങ്ങനെ വീണതാ മോനെ? അറിയില്ല ചെറിയമ്മേ, ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്, അവൻ ആതിര ഒന്ന് നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. ആതിര അമ്മയെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് മുങ്ങി. അഗ്നി അവളെ മുറിയിൽ കൊണ്ട് കിടത്തി. അച്ചു മോളെയും അവരുടെ റൂമിൽ കൊണ്ടാക്കി. അത് ആതിരയോടൊന്നും ചോദിക്കാൻ പോകണ്ട, അവളല്ല തട്ടിയത്, സ്റ്റെപ്പിൽ തന്നെ തട്ടി വീണതാ, അവൾ അഗ്നിയെ നോക്കി പറഞ്ഞു. അവൻ ഗൗരവത്തോടെ ഒന്ന് മൂളി. ഞാൻ സത്യ പറഞ്ഞത്, അവളൊന്നും ചെയ്തിട്ടില്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ദേവാ, അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ റെസ്റ്റ് എടുക്ക്, നിനക്ക് ചായ കോഫി അങ്ങനെ എന്തെങ്കിലും വേണോ? അഗ്നി അവളെ നോക്കി ചോദിച്ചു. കോഫി കിട്ടിയാൽ നന്നായിരുന്നു, തലവേദനിക്കുന്നുണ്ട്. ഞാൻ അച്ചുവിനെ വിളിച്ച് പറയാം. അവൻ അതും പറഞ്ഞ് ഫോണെടുത്ത് അച്ചുവിനെ വിളിച്ച് പറഞ്ഞു. ദേവാ, ഞാനൊന്ന് പുറത്തേക്ക് പോവാ,
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ അച്ചുവിനെ വിളിച്ചാൽ മതി. കണ്ണാ, അമ്മയ്ക്ക് കാല് വയ്യ. മോള് കുസൃതിയൊന്നും കാണിക്കരുത് കേട്ടോ. നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്ന് കളിക്കണേ. അച്ഛ പെട്ടെന്ന് വരാം. അമ്മയെ ബുദ്ധിമുട്ടിക്കല്ലേ. അമ്മയെ നോക്കിക്കോണേ. അവൻ അവളുടെ കവിളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലച്ചേ, ഞാൻ നല്ല മോളായിട്ടിരുന്നോളാം. അമ്മയെ മോള് നോച്ചു. അവൾ പറഞ്ഞതും അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങി. മേ അവൻ പോയതും രുദ്ര അവളെ നോക്കി വിളിച്ചു. എന്താ കുഞ്ഞാ, വിശക്കുന്നുണ്ടോ? അമ്മ പാപ്പം തരട്ടെ? അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേക്കാൻ തുടങ്ങി. വേണ്ട, അമ്മയെ വിളിച്ച് മോക്കൊന്നും വേണ്ട. പിന്നെ എന്താ കണ്ണാ? ഉമ്മ ഉവാവുണ്ടോ? അവൾ ദേവയുടെ കാലിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ഇല്ലടാ, അമ്മയ്ക്ക് ഒന്നുമില്ല കേട്ടോ. അവൾ കുഞ്ഞിൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. അപ്പോഴേക്കും അച്ചു അവൾക്കുള്ള കോഫിയുമായിട്ട് മുറിയിലേക്ക് എത്തിയിരുന്നു. ദാ എടുത്തി കോഫി. അവൾ കോഫി ദേവയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അച്ചോടാ, ചിറ്റയുടെ മോൾ ഇവിടെ എന്തെടുക്കുക? അവൾ രുദ്രയുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോള് ഉമ്മേ നൂച്ചുവാ. അവൾ എന്തോ വലിയ കാര്യം പറയുന്നത് പോലെ അച്ചുവിനോട് പറഞ്ഞു. ആണോ, മോൾ അമ്മയെ നോച്ചുവാണോ? അച്ചു അവൾ പറഞ്ഞതുപോലെ തിരിച്ചു ചോദിച്ചു. അമ്മേ, ഇറ്റ പറഞ്ഞു അമ്മ അച്ഛന് സൂപ്പറാണെന്ന്. അവൾ ദേവയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവ അച്ചുവിനെ നോക്കി. നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതറാണ് നേട്ടത്തി. നല്ല ചേർച്ച നിങ്ങൾ തമ്മി. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ദേവ ഒന്നും മിണ്ടിയില്ല. അച്ചു, ഈ ചാരു ആരാ? ദേവ സംശയത്തോട് ചോദിച്ചു. ചാരു ചേച്ചിയോ? ചേച്ചിയെ പറ്റി അഗ്നിയേട്ട ഒന്നും പറഞ്ഞിട്ടില്ലേ? അച്ചു സംശയത്തോട് ചോദിച്ചതും ദേവ പെട്ടെന്ന് വല്ലാതെയായി. അത് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ അധികം ചോദിച്ചിട്ടില്ല. പിന്നെ മോളുടെ കാര്യമാണ് എന്നോട് പറഞ്ഞത്. അവൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു കള്ളം പറഞ്ഞു. ചാരു ചേച്ചി ഏട്ടൻ്റെ സെക്രട്ടറി ആയിരുന്നു. ചേട്ടനവിടെ CEO ആയ നാൾ മുതൽ ചേച്ചി തന്നെയായിരുന്നു ഏട്ടൻ്റെ സെക്രട്ടറി. പക്ഷേ ഏട്ടനും ചേച്ചിയും സെക്രട്ടറി ബോസ് എന്നുള്ളൊരു ബന്ധമല്ലായിരുന്നു. അതിനപ്പുറം അവരാരൊക്കെയോ ആയിരുന്നു. ചേട്ടൻ്റെ ജീവനായിരുന്നു ചേച്ചി. ചേച്ചിക്കും അതേപോലെ തന്നെ. ഏട്ടൻ മിക്കവാറും ചേച്ചിയെ ഇവിടെ കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും അത് ഇഷ്ടമല്ലായിരുന്നു. ചേച്ചി ഒരു അനാഥാലയത്തിലാണ് വളർന്നത്. ചേച്ചിക്ക് സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഓഫീസിൽ വെറും ഒരു സ്റ്റാഫായിട്ട് വന്ന ചേച്ചിയെ ഏട്ടൻ അടുത്ത മാസം ഏട്ടൻ്റെ സെക്രട്ടറി ആക്കി. അതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ഓഫീസിലൊക്കെ. അതെന്താ? ചേച്ചിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷനൊന്നും ഇല്ലായിരുന്നു. ഡിഗ്രി വരെ ചേച്ചി പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏട്ടൻ ചേച്ചിക്ക് വർക്ക്സൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ ചേച്ചിയെ കൊണ്ട് PG ഒക്കെ ചേട്ടൻ ചെയ്യിപ്പിച്ചു. അതിൻ്റെ ഇടയിൽ കൂടി തന്നെ. എന്നിട്ട് ഓഫീസിലും മറ്റും ചേച്ചിയും ചേട്ടനും അഫെയർ ആണെന്നുള്ള വാർത്ത പറഞ്ഞു. ആദ്യമൊക്കെ ചേച്ചിക്ക് വിഷമമായിരുന്നു. പിന്നെ ഏട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ പിന്നെ ചേച്ചി അത് വകവയ്ക്കില്ലായിരുന്നു. നിങ്ങളോടൊക്കെ എങ്ങനെയായിരുന്നു? ചേച്ചി ഇവിടെ വരുമ്പോൾ എനിക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുതരും. എന്തെങ്കിലും സാധനം വാങ്ങാൻ ചേച്ചി ഇവിടേക്ക് വരില്ല. അമ്മയ്ക്കും ചേച്ചിക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു ചേച്ചിയെ. വെറും ഒരു പാവം പൊട്ടിപ്പെണ്ണ്. ഏട്ടൻ എപ്പോഴും കളിയാക്കും പൊട്ടിപ്പെണ്ണാണെന്നും പറഞ്ഞ്. നമ്മൾ എന്തെങ്കിലും ചേച്ചിയോട് പറഞ്ഞാൽ അത് അപ്പടി അങ്ങ് വിശ്വസിക്കും. അതായിരുന്നു ചാരു ചേച്ചി. എന്നിട്ട് ചേച്ചി ഒരു ദിവസം പ്രഗ്നൻ്റ് ആയി. അത് ഏട്ടൻ്റെ കുഞ്ഞാണെന്ന് എല്ലാവരും പറഞ്ഞു. ഏട്ടനെ ചേച്ചിയെ കൊണ്ടു നടന്നതെന്നും ഏട്ടൻ ചേച്ചിയെ വീട്ടിൽ കൊണ്ടുപോകും എന്നൊക്കെയായിരുന്നു ഓഫീസിൽ ആരോ പറഞ്ഞു പരത്തിയത്. അന്ന് ഏട്ടൻ ഈ അവാർഡൊന്നും വാങ്ങാത്തത് കൊണ്ട് വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുറം ലോകമൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഇത് ഇപ്പോഴും അറിയില്ല ചേച്ചി, ഇതാരുടെ കുഞ്ഞാണെന്ന്. എല്ലാവരും ഏട്ടൻ്റെ ആണെന്ന് പറഞ്ഞപ്പോൾ ഏട്ടനും പറഞ്ഞു ഇവൾ ഏട്ടൻ്റെ തന്നെ കുഞ്ഞാണെന്ന്. ഏട്ടനാ പിന്നെ ചേച്ചിക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുത്തത്. ചേച്ചിക്ക് അവളെ പുറംലോകം കാണിക്കണമെന്ന് പറഞ്ഞ് അബോർഷൻ ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് വാശിയായിരുന്നു. അങ്ങനെ ചേച്ചിക്ക് കൂട്ടിന് ദേവമ്മയെ നിർത്തി. ചേച്ചി ഏട്ടനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഏട്ടൻ തന്നെ അവളുടെ അച്ഛനെന്ന് പറയാനാണ് ഏട്ടന് ഇഷ്ടം. അങ്ങനെ ഏട്ടൻ പറയുള്ളൂ. ഇവളെ പുറംലോകം കാണിക്കാൻ ലേബർ റൂമിൽ കയറിയ ചേച്ചിയെ പിന്നെ വെള്ള പുതപ്പിച്ചാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പ്രസവത്തോടെ ചേച്ചി പോയി. അവൾ കണ്ണുകൾ നിറച്ചു പറഞ്ഞു. നിനക്കെന്ത് തോന്നുന്നു? എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചേച്ചി. കാരണം എനിക്കറിയാം അഗ്നിയേട്ടനെ. അഗ്നിയേട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ചേച്ചിയെ വിവാഹം ചെയ്തേനെ. പക്ഷെ അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചത് പ്രണയം കൊണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുത്തശ്ശിക്ക് മോളെ ഇവിടെ നിർത്താൻ താല്പര്യമില്ലായിരുന്നോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. എൻ്റെ അമ്മയും ചേച്ചിയും രുദ്രമോളെ ഇവിടെ കൊണ്ടുവരുന്നതിന് എതിർത്തപ്പോൾ മുത്തശ്ശിയാ ഇവിടെ തന്നെ അവൾ വളരുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷെ പിന്നെ അഗ്നിയേട്ടൻ വിവാഹത്തിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. മോളെ മാത്രം മതിയെന്നും പറഞ്ഞിരുന്നു. ഓരോ വർഷവും ഏട്ടന് വയസ്സ് കൂടുമല്ലേ. ഈ വർഷം ഏട്ടന് 30 വയസ്സായി. പിന്നെ 2 ദിവസം മുമ്പ് ദേവമ്മയും പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഏട്ടൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിനെ അല്ല വേറെ ഒരാളെ ഇവിടെ നിർത്താൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ അനാഥാലയത്തിൽ വിടേണ്ടി വരുമെന്ന്. അന്നിവിടെ ഭയങ്കര വഴക്കായിരുന്നു മുത്തശ്ശി ഏട്ടനുമായിട്ട്. അന്നാ ഏട്ടൻ ഇവിടെ പറയുന്നത് ഏട്ടനെ ഏട്ടത്തിയെ ഇഷ്ടമാണെന്നും ഏട്ടത്തിയുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് വിവാഹം ചെയ്യാൻ ഇരിക്കുകയാണെന്നും ഏട്ടത്തിയെ മാത്രമേ വിവാഹം ചെയ്യുള്ളൂ എന്നും.
അപ്പം മുത്തശ്ശി പറഞ്ഞു ഏട്ടത്തിയുടെ വീട്ടിൽ പോയി ചോദിക്കാന്ന്. പക്ഷെ ഏട്ടൻ സമ്മതിച്ചില്ല. ഏട്ടത്തിക്ക് ഇവളുടെ കാര്യം അറിയാമെങ്കിലും വീട്ടിലറിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കുമെന്നും ഏട്ടത്തി അവിടുന്ന് മാറ്റൂന്നൊക്കെ പറഞ്ഞു. പിന്നെ രഞ്ജുവേട്ടൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്ന് ഇവിടെ എല്ലാവരും അറിയുന്നത്. ഈ കഥയൊന്നും ഏട്ടത്തിയോട് ഏട്ടൻ പറഞ്ഞിട്ടില്ലേ? അവൾ സംശയത്തോട് ചോദിച്ചു. അത് അത് പിന്നെ അച്ചു, ഞാനൊരു കാര്യം പറഞ്ഞ മോൾ ആരോടും പറയരുത്. എന്താ ഏട്ടത്തി? അത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലൊന്നും അല്ലായിരുന്നു. അവൾ പറഞ്ഞുകൊണ്ട് എല്ലാം അവളോട് പറഞ്ഞു. അവളാണെങ്കിൽ എല്ലാം കേട്ട് ഞെട്ടി ദേവയുടെ മുഖത്തേക്ക് നോക്കി. പുറത്തു നിന്നും അതൊക്കെ കേട്ടുകൊണ്ട് നിന്ന മറ്റൊരാളുടെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പി.